إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയുള്ള ഈ ഒരു പഠന ക്ലാസ്സിൽ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ആയത്തിന്റെ മൊത്തമാശയം നിശ്ചയമായും നാം ഇറക്കിയ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സന്മാർഗദർശനവുമൊക്കെ കിതാബിലൂടെ നാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തതിന് ശേഷവും അതിനെ മറച്ചുവെക്കുന്ന ആളുകൾ, അവരെ അല്ലാഹു തആലയുടെ ശാപമുണ്ടാകും. ശാപത്തിന് അർഹരായ ശപിക്കുന്നവരായ എല്ലാവരുടെയും ശാപവും അവർക്ക് ഉണ്ടാകുമെന്നാണ് ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വചനമാണ് ഇത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ നബി തങ്ങളുടെ നാവിനാൽ ഒക്കെ വിശദീകരിച്ചു തന്ന നേർമാർഗം അത് മറച്ചു വെക്കുക, ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നത് വലിയ ശാപത്തിന് ഹേതുവാകുന്ന മഹാപാതകമാണ് എന്നാണ് ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നത്. ഇവിടെ ഇബ്നുൽ സൈമി റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന എന്ന് പറഞ്ഞാൽ ഐ യജ്ഹദൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ. നാം ഇറക്കിയ ഹുദയെ, നാം ഇറക്കിയ ബയ്യിനാത്ത് സുവ്യക്തമായ കാര്യങ്ങളെ മറച്ചുവെക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി യജ്ഹദൂന, അത് നിഷേധിക്കുന്നവർ എന്നർത്ഥമുണ്ട്. അതിന് അൽ കത്മു ബിമഅന അൽ ഇഖ്ഫാഇ വൽ ജഹ്ദി വഅദമിൽ ബയാൻ എന്നാണ്. കത്മ് എന്ന വാക്ക് മറച്ചുവെക്കുക എന്ന അർത്ഥം പറയുന്ന കത്ം എന്ന പദം ഉപയോഗിക്കാനുള്ളത് ഒന്ന് അതിനെ ഒളിപ്പിച്ചു വെക്കുക, നിഷേധിക്കുക, വഅദമിൽ ബയാൻ വിശദീകരിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കാറുള്ളത്. വലാകിന്നഹു ലാ യകുനു കത്മൻ ഇല്ലാ ഹൈസു ദഅത്തിൽ ഹാജതു ഇലൽ ബയാൻ. വിശദീകരണം ആവശ്യമുള്ളിടത്ത് വിശദീകരണം നൽകാതിരിക്കലാണ് കത്മ്, മറച്ചു വെക്കുക എന്നുള്ളത്. സാധാരണ ഒരാൾ ഒരു കാര്യം പറഞ്ഞില്ല, അതുകൊണ്ട് മാത്രം മറച്ചു വെക്കലാവൂല. പറയൽ ആവശ്യമായ സന്ദർഭങ്ങളിൽ പറയാതിരുന്നു എങ്കിലാണ് മറച്ചുവെക്കൽ. ഇമ്മാ ബിലിസാനിൽ ഹാൽ വ ഇമ്മാ ബിലിസാനിൽ മഖാൽ. രണ്ട് നിലയ്ക്ക് വരാം. ഒന്ന് സന്ദർഭവും സാഹചര്യവും അത് പറയലിനെ തേടുന്നതാണ്, എങ്കിൽ ഇവിടെ പറയൽ നിർബന്ധമാണ്. രണ്ടാമത് ഒരാൾ നിൽക്കുന്നത് ചോദിക്കുന്നു, ഒരു വിശദീകരണം ആവശ്യപ്പെടുന്നു, അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക, അതും മറച്ചുവെക്കലാണ് എന്നാണ്. ഉദാഹരണമായി ഷെയ്ഖ് റഹ്മത്ത് തന്നെ പറയുന്നു, ഒരു മനുഷ്യൻ ശരിയല്ലാത്ത വഴിയിൽ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടു, നിനക്കാണെങ്കിൽ അറിയുകയും ചെയ്യാം അത് ശരിയല്ല എന്ന്, എങ്കിൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കലിന്റെ ബാധ്യതയാണ്. അതാണ് ലിസാനുൽ ഹാൽ എന്ന് പറയുന്നത്.
ആ സന്ദർഭം തേടുന്നുണ്ട് ഇത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്. ഇനി ഇസാമിൽ മഖാൽ എന്ന് പറഞ്ഞാലോ, എന്നോട് ഒരാൾ ചോദിക്കുന്നു, എനിക്കറിയാവുന്നൊരു കാര്യം എന്നോടൊരാൾ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചാൽ അതവന് പറഞ്ഞു കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നീ മറച്ചു വെച്ചവനായി മാറും. ചുരുങ്ങിയ പക്ഷം ലാ അദ്രി ലാ അഅലം, എനിക്കറിയില്ല എന്നെങ്കിലും അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അറിഞ്ഞുകൊണ്ടും ബോധ്യമുണ്ടായിക്കൊണ്ടും മറച്ചു വെക്കുകയാണെങ്കിലോ അത് ഈ പറയപ്പെട്ട ആയത്തിന്റെ വ്യാപ്തിയിൽ വരുന്നതാണ് എന്ന് ശൈഖ് റഹ്മത്തുള്ളാഹി പറയാണ്. ലൗ റഅയ്ത الناس അമ്മ ഫീഹിമുൽ ജഹ്ലു ഫീ മസ്അലത്തി മിൻ ഉമൂരിദ്ദീൻ ഫഹുനാ അൽ ഹാജത്തു ദാഇയത്തു ലിൽ ബയാൻ യജിബു അൻ തുബയ്യൻ. ആളുകൾ ഒരു മസ്അലയിൽ വ്യാപകമായി അറിവില്ലായ്മയിലാണ് എന്ന് കണ്ടാൽ അവിടെ അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. അപ്പൊ ഇങ്ങനെ പറയേണ്ട സ്ഥലത്തു പറയാതിരിക്കുക എന്നത് കൃത്യമാണ്. അതാണ് ഇന്നല്ലദീന യക്തുമൂന, തീർച്ചയായും മറച്ചു വെക്കുന്ന ആളുകൾ. അവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി മറ്റു ചർച്ച കൊണ്ടുവരുന്നു. ഒരാൾക്ക് കാര്യം അറിയാം, പക്ഷെ പറയാൻ ഭയമാണ്, അതുകൊണ്ട് പറഞ്ഞില്ല, എങ്കിലും മറച്ചു വെക്കലാകുമോ? അദ്ദേഹം അതും മറച്ചു വെക്കൽ തന്നെയാണ്, പക്ഷെ ആ മറച്ചു വെക്കൽ അനുവദനീയമാണ്. ഇന്നഹു ജായിസുൻ ലക, നിനക്കത് അനുവദനീയമാണ്. കാരണം എന്താ, ഒരു ഹക്ക് പറയാനുള്ള ഭയം അത് ഒരു പക്ഷേ ആ ഹക്ക് നഷ്ടപ്പെടാൻ കാരണമായേക്കാം. അത് ആ ഭാഗം കൂടി നീ പരിഗണിക്കേണ്ടതുണ്ട്. അവിടെ സാധാരണ മറച്ചു വെക്കാവതല്ല, എന്നാൽ കഴിയുമെങ്കിൽ അവിടെയും പറഞ്ഞു കൊടുക്കൽ തന്നെയാണ് നീ ചെയ്യേണ്ടത്. ഇമാം അഹ്മദിന്റെ സംഭവം അദ്ദേഹം അത് തെളിവായി പറയുന്നു. അദ്ദേഹം അത് ശക്തമായി പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. കൊല്ലപ്പെടുമെന്ന് ഭയമുണ്ടായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹം അവിടെ ഉറക്കെ ആ സത്യം വിളിച്ചു പറഞ്ഞു. അതോടെ ആ സത്യം സ്ഥാപിക്കപ്പെടുവാനും ആ രംഗത്ത് ഒരു അവ്യക്തയില്ലാത്ത വിധം അത് വ്യക്തമാകുവാനുമെല്ലാം കാരണമായി മാറി. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. ഭയമുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ളത്. എന്നാൽ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അനുവദനീയമാണെന്ന് പറയാം എന്ന് അദ്ദേഹം പറയുന്നു. വല്ലാഹു അഅലം. ജനങ്ങൾക്ക് നാം അത് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ഫിൽ കിതാബ്, കിതാബിലൂടെ നാം വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം, അഥവാ വിശുദ്ധ ഖുർആൻ തന്നെ ഒരു ബയാനാണ്, ഹദീസുകൾ മറ്റൊരു ബയാനാണ്. അത് രണ്ട് രൂപത്തിലാവാം. ശൈഖ് അഹ്മദ് വിശദമായി പറയുന്നുണ്ട്, രണ്ടും ഖിസ്മാണ്. ഒന്ന് ബയാനും മുഫസ്സൽ, ബയാനും മുജ്മൽ. ചിലത് വിശദമായി തന്നെ ഖുർആൻ എടുത്തു പറയും, ചിലത് വിശദമായി പറയാതെ പൊതുവായി മൊത്തത്തിൽ പറയും. പിന്നെ അതിന് മറ്റു വിശദാംശങ്ങൾ വേറെയും ഉണ്ടാകും. ധാരാളം മസ്അലകൾ അദ്ദേഹം ഉദാഹരണമായി എടുത്തു പറയുന്നു. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല വ്യക്തമാക്കിയ കാര്യത്തെ മറച്ചു വെക്കുന്ന ആളുകൾ അവർ ഉലൈക യൽഅനുഹുമുല്ലാഹ്, ഉലൈക കൂട്ടർ യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കും. അല്ലാഹു ശപിക്കും എന്ന് പറഞ്ഞാൽ യുത്രിദുഹും വയുബഇദുഹും അൻ റഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ അവൻ അകറ്റും, വിദൂരത്താക്കുമെന്നാണ്. ലഅനത്ത് എന്ന് പറഞ്ഞാൽ അത്വർദു വൽ ഇബ്ആദ് എന്നാണ് ഭാഷാപരമായി അർത്ഥം. ആട്ടിയോടിക്കുക, അകറ്റുക എന്നൊക്കെയാണ് ലഅനത്ത് എന്ന വാക്കിന് അർത്ഥം. അപ്പൊ അല്ലാഹ് ശപിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു റഹ്മത്ത് നൽകുകയില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ അകറ്റും, അത് ലഭിക്കാതെ അവർ വിദൂരത്തായി പോകും എന്നാണ് യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരെല്ലാം ശപിക്കും. അയസ്അലുഹും അല്ലഅന, അവരോട് അവർക്ക് ലഅനത്തിന് വേണ്ടി ഇവരൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അവർക്ക് വിദ്വേഷമുണ്ടാകും, അവർ ഇവരുമായി ശത്രുത വെക്കും എന്നൊക്കെയാണ് യൽഅനുഹുൽ ലാഇനൂൻ എന്ന് പറഞ്ഞത്. അഥവാ ആരുടെയെല്ലാം ലഅനത്ത് ലഭിക്കാൻ അർഹതയുണ്ടോ അതൊക്കെ ഇവന് ലഭിക്കുമെന്നർത്ഥം. അല്ലദീന യഅരിഫൂന മൻ യസ്തഹിഖുൽ ലഅന വയുവജ്ജിഹൂന ഇലാ അഹ്ലിഹാ, ആർക്കെല്ലാം ശാപമുണ്ടാകണമെന്ന് അറിയുന്നവർ അവരുടെ ശാപങ്ങളൊക്കെയും ഇവർക്ക് കൂടി ലഭ്യമായി മാറും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അഥവാ ഇദൻ ഹഉലാഇ യക്തുമുന മാ അൻസലല്ലാഹ് من بيات الهدى مع ظهوره وبيانه يستحقون هذا الجزاء. ഒരു ഹക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം അത് മറച്ചു വെക്കുന്ന ആളുകൾ ഈ വലിയ ശിക്ഷയ്ക്ക് അവർ അർഹരാണ്. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് നേരെ മറുവശവും ഇത് മറച്ചു വെക്കുന്നവർക്ക് ശാപമുണ്ടെങ്കിൽ ഇതേ ഒഴിവാക്കുന്നവർക്കോ
വലിയ പ്രതിഫലവുമുണ്ട്. അത് നേരെ ഇതിൽ ഒരു പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ പോലും വ്യക്തമാണ്. അതോടൊപ്പം അല്ലാഹു റസൂൽ പ്രത്യേകമായി പറയുകയും ചെയ്തു, അന്നൽ ആലിമ യസ്തഗ്ഫിറു ലഹു അഹ്ലുസ് സമാവാതി വൽ അർളി ഹത്ത ലഹീതാനു ഫിൽ മാ. നബി തങ്ങൾ പറഞ്ഞു, ഒരു പണ്ഡിതൻ യസ്തഗ്ഫിറു ലഹു, ആ പണ്ഡിതന് വേണ്ടി പൊറുക്കല്ല തേടും, അഹ്ലുസ് സമാവാതി വൽ അർളി, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം പൊറുക്കല്ല തേടും, ഹത്ത ലഹീതാനു ഫിൽ മാഇ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി പൊറുക്കല്ല തേടുമെന്നാണ്. അവനോട് എല്ലാവർക്കും അല്ലാഹു തആല ഖൽബിൽ ഒരു മഹബത്തും ഒരു സ്വീകാര്യതയും ഇട്ട് കൊടുക്കും. ഹത്താ ഫിസ് സമാ, ആകാശലോകത്ത് പോലും ദീനു പഠിച്ചവർ, അറിവ് നേടിയവർ, അല്ലാഹുവിന്റെ ദീന് പഠിച്ച് ആ നിലയ്ക്ക് വളർന്നു വന്ന് ആളുകൾക്ക് ആ ദീന് പറഞ്ഞു കൊടുത്ത ആളുകൾ, അവർക്ക് ആകാശത്തുള്ളവരെല്ലാം പൊറുക്കല തേടുന്നു, മലക്കളെ പ്രാർത്ഥന ലഭിക്കുന്നു, ഭൂമിയിലുള്ള എല്ലാത്തരം ജീവികളും പൊറുക്കല തേടുന്നു, മത്സ്യങ്ങൾ, സർപ്പങ്ങൾ, ഉറുമ്പുകൾ വരെ പൊറുക്കല തേടുമെന്ന് ഹദീസിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പൊ മടച്ചു വെക്കുന്നവർക്ക് എല്ലാവരുടെയും ശാപമുണ്ട്, എന്നാൽ പറഞ്ഞു കൊടുക്കുന്നവർക്കോ എല്ലാവരുടെയും ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനയും അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ രണ്ടും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഒരു കാര്യം കൃത്യമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറച്ചു വെക്കുക എന്ന വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ മറച്ചു വെക്കാവതല്ല, അത് കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞു കൊടുക്കൽ അറിയുന്നവരുടെ ബാധ്യതയാണ് എന്നാണ് ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. പരമാവധി ജീവിതത്തിൽ അമലാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.